ഇടുക്കിയിലേക്ക് പോകുകയാണ്. ജോസിൽ ചേരുന്നു. ജോസിൽ, കനത്ത മഴ ഇടുക്കിയിൽ ഉണ്ട് എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. വിവരങ്ങൾ. നീലിമ, ഇടുക്കി ജില്ലയിൽ ഇന്നലെ രാത്രിയിൽ ആരംഭിച്ച മഴ ഇപ്പോഴും നേരിയ തോതിൽ തുടരുകയാണ്. പ്രധാനമായും ഇടുക്കി ജില്ലയിൽ അതിശക്തമായ മഴ പെയ്തത് പീരുമേട് താലൂക്കിലാണ്. പീരുമേട് താലൂക്കിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ പെയ്തിരിക്കുന്നത് 95.2 മില്ലിമീറ്റർ മഴയാണ്. അതുപോലെ തന്നെ ഉടുമ്പൻചോല താലൂക്കിൽ 5.4, ദേവികുളത്ത് 64.8, ഇടുക്കി 52.4, തൊടുപുഴ 24.1 എന്ന മില്ലിമീറ്റർ നിരക്കിലാണ് ഇപ്പോൾ മഴ പെയ്തിട്ടുള്ളത്. നിലവിൽ ഏതായാലും പീരുമേട് താലൂക്കിൽ 95.2 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആവറേജ് ജില്ലയിൽ 45.38 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും നിലവിൽ അനിഷ്ട സംഭവങ്ങളൊന്നും ജില്ലയിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ഈ മലങ്കര ഡാമിൻ്റെ 3 ഷട്ടറുകൾ നിലവിൽ കഴിഞ്ഞ കുറേ നാളുകളായി തുറന്നു തന്നെയാണ് ഇരിക്കുന്നത്, 30 സെൻറ്റിമീറ്റർ വീതം. കാരണം അത് ഇടുക്കി പവർ ഹൗസിൽ, മൂലമറ്റത്തുള്ള പവർ ഹൗസിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം അവിടേക്ക് ധാരാളം ജലം ഒഴുകിയെത്തുന്നത് കൊണ്ട് തന്നെ ഈ മലങ്കര ജലാശയത്തിൻ്റെ, മലങ്കര ഡാമിൻ്റെ ഷട്ടറുകൾ 3 ഷട്ടറുകൾ, 5 ഷട്ടറുകളാണ് ആകെയുള്ളത്. അതിൽ 3 ഷട്ടറുകൾ 30 സെൻറ്റിമീറ്റർ വീതം തുറന്നു തന്നെ ഇരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റ് ഡാമുകളൊന്നും നിലവിൽ തുറന്നിട്ടുള്ള ഒരവസ്ഥ ഇടുക്കി ജില്ലയിലില്ല. നിലവിൽ തുറന്നുകൊണ്ടിരിക്കുന്ന 3 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇപ്പോഴും ജില്ലയിലുള്ളത്. ഒന്ന് മൂന്നാർ മൗണ്ട് കാർമൽ ചർച്ചിൻ്റെ പാരിഷ് ഹാളിൽ 31 ആളുകൾ താമസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൊലുമ്പൻ കമ്മ്യൂണിറ്റി ഹാളിൽ 3 ആളുകൾ താമസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജില്ലയിൽ ആകെ 3 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 19 കുടുംബങ്ങളാണ്. ഈ മണ്ണിടിച്ചിൽ ഭീഷണിയൊക്കെയുള്ള പ്രദേശങ്ങളിലുള്ള ആളുകളെയാണ്, അങ്ങനെ 19 കുടുംബങ്ങളെയാണ് ഈ ഇത്തരത്തിലുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പാർപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ 41 ആളുകളാണ് നിലവിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളത്. പങ്കുവച്ചത്.